ഇപ്പൊ നമ്മള് റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും നല്ല സിംഗേഴ്സ് ആണ്. പക്ഷെ ആ ഒരു സമയത്ത് കിട്ടണ ആ ഒരു ടൈമാണ്, ആ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡും തേർഡും പോണത്. അല്ലാണ്ട് നമുക്ക് ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്ത് നല്ല. അതുപോലെ തന്നെ ഇപ്പൊ റിയാലിറ്റി ഷോയില് സീയില് ജൂറി ആയിട്ട് ഞാൻ പോയിരുന്നു ഒരു വർഷം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടി ആയിക്കൊള്ളണമെന്നില്ല കയറി വരിക. ഭഗവാനെ നമ്മളൊന്നും വിചാരിക്കാത്ത കുട്ടികൾ ഒരു 4 റൗണ്ട് 5 റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ ലെവലേ അങ്ങോട്ട് മാറും. അത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അപ്പൊ അത് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കണേ നമുക്കറിയില്ല. നല്ല രസമാണ് കുട്ടികളുടെ ജൂറി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്യണം. അപ്പൊ ഈ ട്രെയിനിങ്ങിനൊക്കെ എനിക്ക് കുറെ കൂടെ ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ ഇത് തന്നെയാണല്ലോ പഠിച്ചത്. MA മ്യൂസിക് അവിടെ നിന്ന് കഴിഞ്ഞു ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന്. പിന്നെ കുറച്ചൊരു പഠിപ്പിന്റെ അസുഖമുണ്ട്. അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞ് മോൾക്ക് ഒരു 6-7 വയസ്സായപ്പോ എനിക്കൊന്ന് MPhil ചെയ്താൽ കൊള്ളാം തോന്നി. UGC എഴുതിയപ്പോ UGC കിട്ടി. അപ്പൊ MPhil ചെയ്തു. എന്റെ ഒരു ടീച്ചർ തന്നെ പറഞ്ഞിട്ട് കുട്ടി അത് ചെയ്യൂന്ന് പറഞ്ഞു. MPhil ചെയ്തു. UGC കിട്ടിയത് കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു 10 years ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ നിന്ന് തോന്നി എന്നാ ഒന്ന് PhD ചെയ്യാം. ഡോക്ടറേറ്റ് കൊടുത്തു. ഡോക്ടറേറ്റ് കൊടുത്തു. അടിപൊളി.